നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ HSA ഇംഗ്ലീഷിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ക്ലാസ് ആണ്. നമ്മുടെ പരീക്ഷ അടുത്ത് വരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയുള്ള സമയം റിവിഷന് വേണ്ടിയുള്ള സമയമാണ്. കൂടുതൽ കാര്യങ്ങൾ പഠിക്കാത്ത കാര്യങ്ങൾ കൂടുതൽ പഠിച്ചിട്ട് കാര്യമില്ല. പഠിച്ച കാര്യങ്ങൾ നമ്മൾ റിവൈസ് ചെയ്യേണ്ട സമയമാണ്. നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലും വലിയ വലിയ കാര്യങ്ങളാണ് പഠിച്ചു പോകുന്നത്. വലിയ വലിയ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒത്തിരി ആഴത്തിലിറങ്ങി നമ്മൾ പഠിച്ചു പോകും. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ എങ്കിലും നമ്മൾ അത്യാവശ്യം ചില കാര്യങ്ങൾ നമ്മൾ അറിയാതെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. അങ്ങനെ പോകുന്ന കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനൊരു സീരീസ് തുടങ്ങിയിരിക്കുന്നത് ഈ അവസാന ഘട്ടത്തിൽ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണിത്, പോയിന്റ്സ് ടു റിമെമ്പർ എന്ന് പറയുന്ന സീരീസ്. ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്ന കാര്യങ്ങൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ എന്നൊക്കെ ചിന്തിക്കാം. പക്ഷേ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇതും കൂടെ ഒക്കെ ഞാൻ ഈ പറയാൻ പോകുന്ന അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്ന ഇത്തരം കാര്യങ്ങളൂടെ ചേരുമ്പോഴാണ് നമ്മുടെ റിവിഷൻ പൂർണ്ണമാകുക. പ്രത്യേകിച്ച് PSC നടത്തുന്ന പരീക്ഷകളിൽ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിട്ടുപോകാൻ ചാൻസ് ഉള്ള കാര്യങ്ങളായിരിക്കും പരീക്ഷയിൽ ചോദിക്കുക. അപ്പം നമ്മളിവിടെ തുടക്കത്തിൽ നമ്മുടെ പോയട്രിയിലെ കാര്യങ്ങളാണ്. അതിൽ കുറച്ച് പോയംസ് എടുത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഏതൊക്കെയാണ് നമ്മൾ റിമെമ്പർ ചെയ്യേണ്ടത് അതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. ആദ്യം നമ്മൾ നോക്കുന്നത് സോണറ്റ് 121, അതായത് സോണറ്റ് 121 എന്ന് പറയുന്ന ഷേക്സ്പിയറിന്റെ സോണറ്റ്. അതിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന് പറയുന്നത് അതിൻ്റെ തീമാണ്. സോണറ്റ് 121ന്റെ തീം എന്ന് പറയുന്നത് എന്താണ്? ജഡ്ജ്മെന്റും മൊറാലിറ്റിയുമാണ്. ഇതൊരു പോയിന്റാണ്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താണ്? എ 14-line സോണറ്റ്സ് that follows a consistent rhyme scheme of ABAB, CD, EF, GG, written in iambic pentameter. ഇതൊക്കെ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞതുപോലെ അവസാന നിമിഷം നമ്മൾ നോക്കാതെ പോകുന്ന കാര്യങ്ങളുണ്ടാണ്. അതുകൊണ്ടാണ് നമ്മളിത് ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെ ഈ പറയുന്ന പോയത്തിൽ അല്ലെങ്കിൽ സോണറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ലിറ്റററി ഡിവൈസസ് എന്ന് പറയുന്നത് ആദ്യത്തെ സിസുറ. അങ്ങനെ സിസുറ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതൊന്നുമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പരീക്ഷയ്ക്ക് ഇങ്ങനൊരു ലൈൻ തരും. എങ്ങനെ? ഓൾ മെൻ ആർ ബാഡ് ആൻഡ് ഇൻ ദർ ബാഡ്നെസ് റെയിൻ എന്ന് പറഞ്ഞിട്ട് തന്നിട്ട് അത് ഏതാണെന്ന് ചോദിക്കും. ഏത് ലിറ്റററി ഡിവൈസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ചോദിക്കും. അങ്ങനെ ആയിരിക്കും ചോദ്യം വരാൻ ചാൻസ്. ഇതിനടുത്ത് അലിട്രേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ, വൈൽ ആൻഡ് വൈൽ ഇൻ ദ ലൈൻ 1 ആൻഡ് റിസീവ്സ് റിപ്രോച്ച് ഇൻ ലൈൻ 2. അടുത്ത ലിറ്റററി ഡിവൈസ് എന്ന് പറയുന്നത് എൻജാംമെന്റ്. ദ ട്രാൻസിഷൻ ബിറ്റ്വീൻ ലൈൻസ് 3 and 4 ആസ് വെൽ as 5 and 6. ഇതൊക്കെ എന്തിന്റെ ഉദാഹരണങ്ങളാണ്? എൻജാംമെന്റിന് ഉദാഹരണങ്ങളാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എ വാലിഡേഷൻ ഫോർബിഡിങ് മോർണിംഗ് എന്ന് പറയുന്നത്. അതെന്താണോ? നമുക്കറിയാവുന്ന പോലെ മെറ്റാഫിസിക്കൽ പോയട്രിയാണ്. പിന്നെ അതിന്റെ തീംസ് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഏതൊക്കെയാണ്? ഡെത്ത്, ലവ്, റിലീജിയസ് ഫെയ്ത്ത്, സയൻസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് തീംസ്. ഇത് തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഡെത്ത്, ലവ്, ഓപ്ഷൻ തരും. ഓക്കെ, ഓപ്ഷൻസ് തന്നിട്ട് അതിനകത്ത് ഏതാണ് ഈ പറയുന്ന അതിൻ്റെ തീംസ് എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് അതിനകത്ത് ഡെത്ത് എന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം, ലവ് ഉണ്ടെങ്കിൽ എഴുതാം, റിലീജിയസ് ഫെയ്ത്ത് ഉണ്ടെങ്കിൽ എഴുതാം, സയൻസ് ഉണ്ടെങ്കിൽ എഴുതാം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നാണ് എൻ്റെ ഇമ്പോർട്ടൻറ്റ് തീംസ് എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ പ്രത്യേകം എന്ന് പറയുന്നത് റിട്ടൺ ഇൻ 9 4-line സ്റ്റാൻസ, അതായത് 9 4-line സ്റ്റാൻസസിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. യൂസിങ് എ 4-beat iambic tetrameter line with a rhyme scheme for each stanza is an alternating ABAB. ഓക്കെ, ഇതാണ് എൻ്റെ റൈം സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ PDF തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ അത് വായിച്ച് നോക്കുക കാര്യങ്ങൾ. പിന്നെ അടുത്തത് ലിറ്റററി ഡിവൈസസ്. നമ്മുടെ ഈ വാലിഡേഷൻ ഫോർബിഡിങ് മോർണിംഗിനകത്ത് ഉള്ള ലിറ്റററി ഡിവൈസസ് ഏതൊക്കെ വെച്ചാൽ അലിട്രേഷൻ ഉണ്ട്. അതിൻ്റെ എക്സാമ്പിൾ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. തൈസോ ദ ഫിക്സഡ് ഫുഡ് മേക്സ് നോ ഷോ ആൻഡ് മേക്സ് മീ എൻഡ് വേർ ഐ ബിഗൻ. ഇതൊക്കെ എന്താണ്? അതിൻ്റെ ഫിക്സഡ് ഫുഡ്, ഇത് അലിട്രേഷൻ ഉദാഹരണമാണ്. അതുപോലെ മേക്സ് മീ. ഓക്കെ, ഇതൊക്കെ ഈ വരിയിലെ അലിട്രേഷന് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇതുപോലെ ലൈൻ തരും. ലൈൻ തന്നിട്ട് ഇത് എന്തിൻ്റെ പെടും അല്ലെങ്കിൽ ഏത് ലിറ്റററി ഡിവൈസാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ചോദിക്കും. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് അലിട്രേഷൻ എഴുതാം. അപ്പോൾ ഈ ലൈൻസ് ഒക്കെ നമ്മുടെ ഓർമ്മയിൽ വരണം. ഓക്കെ, ഇനി അടുത്തത് മെറ്റാഫിസിക്കൽ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. Dunn has used a metaphysical concept in stanzas 7 to 9. നമ്മൾ പ്രത്യേകം നോക്കുക എവിടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മെറ്റാഫിസിക്കൽ കൺസെപ്റ്റ് ഉപയോഗിച്ചിരിക്കുന്നത് എവിടെ തൊട്ടാ? 7 to 9 സ്റ്റാൻസാസിലാണ്.
7 മുതൽ 9 വരെയുള്ള സ്റ്റാൻസാസിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഞാൻ ആ വരികളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്നതും ഇതൊക്കെ നമ്മൾ PDF എടുത്ത് വെച്ച് നോക്കി വെക്കുക. ഓക്കെ, അപ്പോൾ മെറ്റാഫിസിക്കൽ കൺസീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ എന്താ ചെയ്തിരുന്ന അദ്ദേഹം, വേർ ഹി കമ്പയർസ് ഹി സ്പിരിച്വൽ ആൻഡ് ഹോളി ലവ് വിത്ത് ദ ഹാൻഡ്സ് ഓഫ് എ കോമ്പസ്. ഇനി നമ്മൾ നോക്കുക, സിമിലി ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് ഈ ലൈൻ. ഇത് ലൈക്ക് ഗോൾഡ് ടു എയറി തിന്നസ് ബീറ്റ് എന്ന് പറയുന്നത്. അടുത്ത കൺസണൻസ് ഉപയോഗിച്ചിട്ടുണ്ട്, കെയർലെസ് ഐസ് ലിപ്സ് ആൻഡ് ഹാൻഡ്സ് ടു മിസ്. അപ്പം ഇങ്ങനെ തന്നിട്ട് കൺസണൻസ് എന്താണെന്ന് നമ്മളോട് ചോദിക്കത്തില്ല. ഓക്കെ, നമ്മൾക്ക് ഇങ്ങനെ ലൈൻ തന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഏത് ലിറ്റററി ഡിവൈസിൽ പെടുന്നു, അപ്പം നമുക്ക് കൺസണൻസ് എന്ന് എഴുതാം. അടുത്ത ഇമേജറി, അതാണ് അതിനുള്ള ലൈൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ആസ് പെർച്യൂസ് മെൻ പാസ് മൈഡ്ലി അവയും, കെയർലെസ് ഐസ് ലിപ്സ് ആൻഡ് ഹാൻഡ്സ് ടു മിസും, അതുപോലെ ആസ് സ്റ്റിഫ് ട്വിൻ കമ്പസസ് ആർ ടു. ഇതൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്, ഇമേജറിക്ക് ഉദാഹരണങ്ങളാണ്. അടുത്ത സിംബോളിസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുക, ദ കോമ്പസ് ആൻഡ് ദ സ്ഫിയേഴ്സ് ആർ ദ സിംബിൾസ് ഓഫ് ലവ്. ഇതിനകത്ത് മെറ്റഫോർ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് എക്സാമ്പിൾ ആണിത്. നോ ടിയർ ഫ്ലോട്ട്സ് നോർ സൈസ് ടെമ്പേഴ്സ് മൂവ് എന്ന് പറയുന്നത് മെറ്റഫോറിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇതുപോലെ ലൈൻ തന്നിട്ട് ചോദിക്കും ഏതിൽ പെടും, അപ്പം നമുക്ക് മെറ്റഫോർ എന്ന് എഴുതാം. പിന്നെ പാരഡോക്സ്, അതിൻ്റെ ലൈൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതാണ്, ഇഫ് ദേ ബി ടു ദേ ആർ ടു, സോ അസ് stiff tin compasses are two, thy soul the fixed foot makes no show to move but doth if the other do. ഇത് പാരഡോക്സിന് എക്സാമ്പിൾ ആണ്. ഇനി അടുത്തത് നോക്കുക, ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്. അതിൽ നോക്കുക എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട തീം. റിയലൈസിങ് വൺ സ്ട്രെങ്ത്, ഗോഡ്സ് ഒബീഡിയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി ആർ ദ മേജർ തീംസ്. ഇത്രയും ഓർത്ത് വെക്കുക. ഏതൊക്കെയാണ്? റിയലൈസിങ് വൺസ് സ്ട്രെങ്ത്, ഗോഡ്സ് ഒബീഡിയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി ആർ ദ മേജർ തീംസ്. പിന്നെ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ആസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് മാൻസ് ഒബീഡിയൻസ് ടു ഗോഡ്. നെക്സ്റ്റ് ലിറ്റററി ഡിവൈസസ് നോക്കുക, അസണൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് ഈ ലൈൻസ്. ഗോഡ് ഡത്ത് നോട്ട് നീഡ് ആൻഡ് പോസ്റ്റ് ഓവർ ലാൻഡ് ആൻഡ് ഓഷ്യൻ വിത്തൗട്ട് റെസ്റ്റ്. ഓക്കെ, ദെൻ അല്യൂഷൻ, അത് ഏത് ലൈനാണ് നോക്കുക, ആൻഡ് ദാറ്റ് വൺ ടാലന്റ് വിച്ച് ഇസ് ഡെത്ത് ടു ഹൈഡ്. അപ്പോൾ ഇതുപോലെ തന്നിട്ട് ഇവിടെ ഏത് ലിറ്റററി ഡിവൈസ് എന്ന് ചോദിച്ചാൽ നമുക്ക് അല്യൂഷൻ എഴുതാം. ദെൻ അലിട്രേഷൻ നോക്കുക, ഡെത്ത് നോട്ട് നീഡ് ആൻഡ് വേൾഡ് ആൻഡ് വൈഡ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? അലിട്രേഷന് ഉദാഹരണങ്ങളാണ്. ഇനി അടുത്ത് കൺസോണൻസ് നോക്കുക, ഈസ് കിങ്ലി തൗസൻഡ്സ് അറ്റ് ഹിസ് ബിഡിങ് സ്പീഡ്. നെക്സ്റ്റ് ലൈൻ, ആൻഡ് ദാറ്റ് വൺ ടാലന്റ് വിച്ച് ഇസ് ഡെത്ത് ടു ഹൈഡ്. ഇതൊക്കെ കൺസോണൻസിന് എക്സാമ്പിൾസ് ആണ്. ഇതുപോലെ തന്നിട്ട് ചോദിക്കും ഇതിനകത്ത് ഏതാണ് ലിറ്റററി ഡിവൈസ്. അപ്പം കൺസോണൻസ് നമുക്ക് എഴുതാം. ഇനി അടുത്ത് എൻചാംമെന്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഈ പറയുന്ന ലൈനാണ് അതിന് എക്സാം നോക്കുക. അപ്പോൾ പരീക്ഷയ്ക്ക് ഇതുപോലെ ഇത്രയും തന്നിട്ട് ചോദിക്കും ഇത് ഏത് ലിറ്റററി ഡിവൈസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പം നമുക്ക് എന്ത് എഴുതാം? എൻചാംമെന്റ് എന്ന് എഴുതാം. ഇതിൽ നിന്നൊക്കെ ചോദ്യം വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കുക, ഇമേജറി ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ലൈൻസ് ആണ് ഇതെല്ലാം ഇമേജറിയുമായി ഒക്കെ ഉദാഹരണമായിട്ട് വരുന്ന ലൈൻസ് ആണ്. ഇത് ചോദിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇമേജറി എന്ന് എഴുതാം. അടുത്ത മെറ്റഫോർ ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കുക, ദ പോയം ഷോസ് ദ യൂസ് ഓഫ് ദ എക്സ്റ്റെൻഡഡ് മെറ്റഫോഴ്സ് ഓഫ് ഗോഡ്സ് ഒബീഡിയൻസ് ത്രൂ ഔട്ട് ദ പോയം സച്ച് ആസ് ടു സെർവ് ദെയർ വിത്ത് മൈ മേക്കർ ആൻഡ് പ്രസന്റ് മൈ ട്രൂ അക്കൗണ്ട് ലെസ്റ്റ് ഹി റിട്ടേണിംഗ് ചൈൽഡ് എന്ന് പറയുന്നതെല്ലാം എന്താണ്? മെറ്റഫോറിന് എക്സാമ്പിൾസ് ആണ്. ദെൻ പേഴ്സണിഫിക്കേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കുക, ഐ ഫോണ്ട്ലി ആസ്ക് ബട്ട് പേഷ്യൻസ് ടു പ്രിവെന്റ് ദാറ്റ് മർമർ സൂൺ റിപ്ലൈസ്. ഇത് തന്നിട്ട് ചോദിക്കുക ഇത് എന്തിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ നമുക്ക് എഴുതാം പേഴ്സോണിഫിക്കേഷൻ. ദെൻ പണ്ണ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് എക്സാമ്പിൾ ആണിത്. പിന്നെ റെറ്ററിക്കൽ ക്വസ്റ്റ്യൻ ഉപയോഗിച്ചിട്ടുണ്ട്. എവിടെയാണ് അല്ലെങ്കിൽ ഏത് ലൈനിലാണ് റെറ്ററിക്കൽ ക്വസ്റ്റ്യൻ ഉപയോഗിച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം 7th ലൈനിൽ. ഓക്കെ, എന്തിനു വേണ്ടിയാണ്? ടു പുട്ട് എംഫസിസ് ഓൺ ഹിസ് പോയിന്റ് സച്ച് ആസ് ഡെത്ത് ഗോഡ് എക്സാക്ട് ഡെയർ ലേബർ ലൈറ്റ് ഡിനൈഡ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ട് വരാം. നെക്സ്റ്റ് നോക്കുക, സിംബോളിസം ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കുക, ദ പോയം ഷോസ് ദ യൂസ് ഓഫ് ദ സിംബൽസ് ഓഫ് സഫറിംഗ്, അക്സെപ്റ്റൻസ് ആൻഡ് ഹംബിൾനെസ് ജസ്റ്റ് ടു ഷോ ഹൗ സഫറിങ്സ് ബ്രിങ് പീപ്പിൾ ക്ലോസ് ടു ദെയർ മേക്കർ. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇനി അടുത്ത് നോക്കാം, നമുക്ക് എലിജി റിട്ടേൺ ഇൻ എ കൺട്രി ചർച്ച ചെയ്യാം. നോക്കുക, അതിൻ്റെ പ്രധാനപ്പെട്ട തീംസ് എന്തൊക്കെയാണ്? The inevitability of death, the value of commemorating the dead, and anonymity with fame are the major themes. Okay, written in heroic quatrains with a rhyme scheme ABAB, CDCD, EFEF. Next point, the poem has a pastoral setting with no pastoral characters. ഇത് ചോദിക്കും
വിച്ച് പോയം ഹാസ് എ പാസ്റ്റൽ സെറ്റിംഗ് വിത്ത് നോ പാസ്റ്റൽ ക്യാരക്ടേഴ്സ് എന്ന് ചോദ്യം തന്നിട്ട് അവിടെ കുറേ ഓപ്ഷൻസ് കൊടുക്കും. അതിനകത്ത് ഇതുപോലെ എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച ചെയ്യണമെന്നുണ്ടാകും. അപ്പോൾ അതായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, ഈ ലിറ്റററി ഡിവൈസസ് ഏതൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? അസോണൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഈ ലൈൻസ്. നെക്സ്റ്റ് നോക്കുക, കൺസോണൻസ്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ അലിട്രേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ടുള്ള ലൈൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ ലൈൻസ് ഒക്കെ ചോദിച്ചിട്ട് ഇത് ഇവിടെ ഏത് ലിറ്റററി ഡിവൈസ് ഉപയോഗിച്ചിരിക്കുന്നു, അപ്പോൾ നമുക്ക് അലിട്രേഷൻ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഇമേജറി ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കുക, അതിൻ്റെ ലൈൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. എല്ലാം PDF-നകത്തൂടെ വായിച്ച് മനസ്സിലാക്കുക. PDF ഫയൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പേഴ്സണിഫിക്കേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസ് ആണ് ഈ ലൈൻസ്. ഓക്കെ, അടുത്ത് എൻജാംമെന്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് ഈ പറയുന്ന ലൈൻ. ദ നെക്സ്റ്റ് വിത്ത് ഡർജസ്റ്റ് ഡ്യൂ ഇൻ സാഡ് അറേ സ്ലോ ത്രോ ദ ചർച്ച് വേ പാത്ത് വി സാ ഹിം ബോൺ. എന്തിന് ഉദാഹരണമാണ്? എൻജാംമെന്റിന് ഉദാഹരണമാണ്. അപ്പോൾ ഇതുപോലെ തന്നിട്ട് ചോദിക്കും ഇവിടുത്തെ ലിറ്റററി ഡിവൈസ് ഏത്. അപ്പോൾ നമുക്ക് എൻജാംമെന്റ് നമുക്ക് പറയാം. അടുത്ത് ടു എ സ്കൈലാർക്ക്. ടു എ സ്കൈലാർക്കിന്റെ തീംസ് ഏതൊക്കെയാണ്? നേച്ചറും ഹ്യൂമൻ സ്പിരിറ്റുമാണ്. ഓക്കെ, ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട തീംസ്. ഇനി എ 21 stanza ode that is consistent in its rhyme scheme ABABB. ഓക്കെ, ഫ്രം ദ വെരി ഫസ്റ്റ് ടു ദ ലാസ്റ്റ് stanza. ഇനി അടുത്ത ലിറ്റററി ഡിവൈസസ് ഏതൊക്കെയാണ്? ഇമേജറി ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ദെൻ അപ്പോസ്ട്രോഫി ഉപയോഗിച്ചിട്ടുണ്ട്. അതിനുള്ള എക്സാമ്പിൾ ആണ് ഈ ബ്ലഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ സ്പീക്കർ അഡ്രസ്സസ് ദ സ്കൈലാർ കാളിംഗ് ഇറ്റ് എ ബ്ലഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത് എന്തിന് ഉദാഹരണമാണ്? അപ്പോസ്ട്രോഫിക്ക് ഉദാഹരണമാണ്. ഇനി അടുത്തത് അലിട്രേഷൻ. അതിന് എക്സാമ്പിൾസ് ആണ് ഹെവൻ ആൻഡ് ഹാർട്ട് ഇൻ സ്റ്റാൻസ 1, സ്റ്റിൽ ആൻഡ് സ്പ്രിംഗസ്റ്റ് ഇൻ സ്റ്റാൻസ 2. ദെൻ ഓഡ് ഓൺ എഗ്രേഷൻ. അവിടെ നോക്കുക ഏതൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട തീംസ് എന്ന് പറയുന്നത്. നോക്കുക, ബ്യൂട്ടി ഓഫ് ആർട്ട്, ഡിസ്ട്രക്റ്റീവ് നേച്ചർ ഓഫ് ടൈം ആൻഡ് ട്രാൻസൈൻസ് ഓഫ് ലൈഫ് ആർ സം ഓഫ് ദ പ്രൊമിനന്റ് തീംസ് ഓഫ് ദിസ് ഓഡ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലിറ്റററി ഡിവൈസസ് എന്ന് പറയുന്നത് കൺസോണൻസ് ആൻഡ് ലൈൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് എക്സാമ്പിൾ ആയിട്ട്. അവിടെ സിംബോളിസം ഉണ്ട്. Okay, Keats has used a lot of symbols in this poem, such as plants and trees are symbols of youth and spring. Urn itself is a symbol of time and life. And the personification. Okay, the urn is addressed as bride of quietness and Sylvian historian. Okay, personification ഉദാഹരണങ്ങളാണ്. When I use soft pipe play on, as if pipe and urn are humans that can perform certain acts. ഇതുപോലെ തന്നിട്ട് ചോദിക്കും ഇത് എന്തിന് ഉദാഹരണമാണ്? ഇതാണ് പേഴ്സോണിഫിക്കേഷൻ. നെക്സ്റ്റ് നോക്കുക, അസോണൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് മോർ ഹാപ്പി ലവ്, മോർ ഹാപ്പി ഹാപ്പി ലവ്. ദെൻ ആറ്റിക് ഷേപ്പ്, ഫെയർ ആറ്റിറ്റ്യൂഡൽ വിത്ത് ബ്രീഡ്. ഇതെല്ലാം അസോണൻസിന് ഉദാഹരണങ്ങളായിട്ടുള്ള ലൈൻസ് ആണ്. ദെൻ മെറ്റോണിമി നോക്കുക, കീറ്റ്സ് ലിങ്ക്സ് ദ മാൻസ് ഹേർട്ട് ടു ഹിസ് ഫീലിംഗ്സ് ഓഫ് ബീയിങ് ഹൈ സോറോഫുൾ ആൻഡ് ക്ലോയിഡ്. ഇതെന്ന് പറയുന്നത് മെറ്റോണമി എന്ന് പറയുന്ന ലിറ്റററി ഡിവൈസസിന് ഉദാഹരണമാണ്. ദെൻ സിനിക്ഡോക്ക്. അതിന് എക്സാമ്പിൾ ആണ് ബേണിംഗ് ലവ്, ദാറ്റ് ഈസ് ഫീവർ ആൻഡ് പാർച്ചിങ് ടങ്സ് ഈസ് തേഴ്സ്റ്റ്. ഇതൊക്കെ തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്സ് ആണ്. ഇതൊക്കെ നോട്ട് ചെയ്യുക. ദെൻ അനോഫറ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, അതേതാണ് ഫോർ എവർ എന്ന് പറയുന്നത് ഇൻ ദ ഫസ്റ്റ് 2 lines ആൻഡ് ഹാപ്പി ഇൻ ദ ലാസ്റ്റ് 2 lines. ഓക്കെ, ഫോർ എവർ പെയിന്റിംഗ് ആൻഡ് ഫോർ എവർ യങ്, ഫോർ എവർ പൈപ്പിംഗ് സോങ്, ഫോർ എവർ ന്യൂ, എ ഹാപ്പി ഹാപ്പി ബവ്സ്, മോർ ഹാപ്പി ലവ്, മോർ ഹാപ്പി ഹാപ്പി ലവ്. അപ്പോൾ ഇതൊക്കെ തന്നിട്ട് ചോദിക്കും എന്താണ്. അപ്പോൾ നമുക്ക് അനഫോറ എഴുതാം. ദെൻ അലിട്രേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കുക ഈ ലൈൻ. ഇനി അടുത്ത് നോക്കുക പാരഡോക്സ്. നോക്കുക, ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ് ബട്ട് ദോസ് അൺഹിയർഡ് ദെൻ പൈപ്പ് ടു ദ സ്പിരിറ്റ് ഇറ്റ് ഈസ് ഓഫ് നോട്ട് ഓൺ. ഇതൊക്കെ എന്തിനാണ്? പാരഡോക്സിന് എക്സാമ്പിൾസ് ആണ്. ദെൻ അപ്പോസ്ട്രോഫി. നോക്കുക, ദ പോയറ്റ് അഡ്രസ് ദ ഏൺ, ദ പിക്ചേഴ്സ് പെയിന്റഡ് ഓൺ ദ ഏൺ ആൻഡ് ദ ലവേഴ്സ് എൻഗ്രേവ്ഡ് ഓൺ ദ ഏൺ. നെക്സ്റ്റ് ഉലീസസ്. അതെന്താണ്? നമുക്കറിയാവുന്ന പോലെ ഡ്രമാറ്റിക് മോണോലോഗാണ്. ദെൻ അതിൻ്റെ തീംസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? മോർട്ടാലിറ്റി ആൻഡ് ഏജിങ്, അഡ്വഞ്ചർ ആൻഡ് നോളജ്, ക്വാഷൻ വിത്ത് റെക്ലെസ്നെസ്, ഹീറോയിസം ആൻഡ് ഓവർകമ്മിങ് ലിമിറ്റേഷൻസ്, എക്സ്പ്ലോറേഷൻ, ദ ഫുൾഫിൽമെന്റ് ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത് ആർ ദ മേജർ തീംസ്. അപ്പോൾ ഇത് ഇത്രയും പ്രധാനപ്പെട്ട തീംസ് ആണ്. ദെൻ ലിറ്റററി ഡിവൈസസ് നോക്കാം. നമുക്ക് കൺസണൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ലൈനാണ് ദിസ് ഇസ് മൈ സൺ മൈൻ ഓൺ ടെലിമാക്കസ്. ദെൻ അസോണൻസിന് എക്സാമ്പിൾ ആണ് ഇത്. ഇതൊക്കെ തന്നിട്ട് ചോദിക്കും ഏത് ഡിവൈസ് ആണെന്ന്, ലിറ്റററി ഡിവൈസ് ആണെന്ന്. അപ്പോൾ നമ്മൾ എഴുതണം. അലിട്രേഷന് എക്സാമ്പിൾസ് ആണ് ഫ്രീ ഹേഴ്സ്, ഫ്രീ ഫോർ ഹേഴ്സ്, യു ആൻഡ് ഐ ആർ ഓൾഡ് എന്ന് പറയുന്ന ലൈൻ എന്ന് പറയുന്നത്. ദെൻ എൻജാംമെന്റ്
നോക്കുക, ഇത് തന്നിട്ട് ചോദിക്കും ഇത് ഏതിൽ പെടും, ലിറ്റററി ഡിവൈസ് ഏതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എൻജാമ്പൻ നമുക്ക് എഴുതാം. ഈ ലൈൻസ് ഒക്കെ വായിച്ചു വെക്കുക. നമ്മുടെ PDF നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് ഇമേജറി നോക്കുക, ദ തണ്ടർ ആൻഡ് ദ സൺഷൈൻ ആൻഡ് ദ പോസ്റ്റ്. പിന്നെ നെക്സ്റ്റ് ലൈൻ, ദാറ്റ് ഹോൾഡ് ആൻഡ് സ്ലീപ്പ് ആൻഡ് ഫീഡ് ആൻഡ് നോ നോട്ട് മീ. നെക്സ്റ്റ്, ടു സെയിൽ ബിയോണ്ട് ദ സൺസെറ്റ് ആൻഡ് ദ ബാറ്റ്സ്. അപ്പോൾ ഇതൊക്കെ ഇമേജറിക്ക് എക്സാമ്പിളാണ്. ദെൻ പേഴ്സണിഫിക്കേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് എക്സാമ്പിളാണ് ഫോർ ആൾവേസ് റോമിങ് വിത്ത് എ ഹംഗ്രി ഹാർട്ട്. ദെൻ മെറ്റഫർ ഉപയോഗിച്ചിട്ടുണ്ട്, അതാണിത്. അപ്പോൾ നമ്മുടെ ഈ ക്ലാസ്സിൽ ഈ പറയുന്ന എന്താണ് ഉലീസസ് വരെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും, എങ്കിലും നമ്മൾ മറക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. പരീക്ഷയുടെ അവസാന ഘട്ടത്തിൽ നമുക്ക് ചിലവർക്കൊക്കെ ബ്ലാങ്ക് ആയിട്ടിരിക്കും കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു സഹായമാകുന്ന രീതിയിലാണ് ഞാനിത് തന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എന്തായാലും നിങ്ങൾക്ക് PDF ഫയൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ലഭ്യമാണ്. ടെലിഗ്രാം ചാനൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോയിന്റ്സ് ടു റിമെമ്പർ എന്ന് പറയുന്ന സീരീസിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. നെക്സ്റ്റ് പാർട്ട് നിങ്ങളുടെ റെസ്പോൺസിനനുസരിച്ചിരിക്കും. ഇത് നിങ്ങൾക്ക് വേണമെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ലൊരു വിജയം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.